നിയമപരമായ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് ഉപദേശം നൽകുന്ന രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ. അദ്ദേഹത്തിന്റെ ചുമതലകളിൽ കേന്ദ്ര സർക്കാരിനെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പ്രതിനിധീകരിക്കുന്നതും ഉൾപ്പെടുന്നു. ഒരു സുപ്രീം കോടതി ജഡ്ജിക്ക് ഉണ്ടാവേണ്ട യോഗ്യതകൾ തന്നെയാണ് അറ്റോർണി ജനറലിനും ഉണ്ടാവേണ്ടത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അറ്റോർണി ജനറലിനെ നിയമിക്കുന്നതും അവരുടെ റെമ്യൂണറേഷൻ തീരുമാനിക്കുന്നതും എല്ലാം തന്നെ പ്രസിഡന്റ് ആണ്. അറ്റോർണി ജനറൽ ആവാനുള്ള മിനിമം യോഗ്യതകൾ എന്താണെന്ന് നോക്കാം. ഇന്ത്യൻ പൗരനായ ഒരു വ്യക്തിക്ക് മാത്രമേ അറ്റോർണി ജനറൽ ആവാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ ഹൈക്കോടതിയിൽ ജഡ്ജായിട്ട് 5 വർഷവും അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ആയിട്ട് 10 വർഷവും സേവന കാലയളവ് പൂർത്തിയായ വ്യക്തിക്കും അറ്റോർണി ജനറൽ ആവാം. ഇത് രണ്ടും കൂടാതെ തന്നെ പ്രസിഡന്റിന്റെ ഒരു വിവേചന അധികാരവും അറ്റോർണി ജനറലിനെ തിരഞ്ഞെടുക്കുന്നതിൽ ഉപയോഗിക്കുന്നുണ്ട്. പാർലമെന്റിലെ ഇരുസഭകളിലും പങ്കെടുക്കാനുള്ള അധികാരം ഈ അറ്റോർണി ജനറലിനുണ്ടെങ്കിലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ ഭരണഘടന നൽകുന്നില്ല. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറലായ വ്യക്തിയാണ് MC സേതൽവാൾ. എന്നാൽ നിലവിലത്തെ അറ്റോർണി ജനറൽ ആരെന്ന് ചോദിച്ചാൽ അതാണ് R വെങ്കട്ടരമണി. ഇതുപോലുള്ള ഡെയിലി PSC അപ്ഡേറ്റ്സിനായി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ.